38 ദിവസത്തിന് ശേഷം മണ്ഡലത്തിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ. മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസ് കൗൺസിലർമാരും ചേർന്ന് MLA ഓഫീസിൽ രാഹുലിനെ സ്വീകരിച്ചു. ഇനി പാലക്കാട് മണ്ഡലത്തിൽ തന്നെ തുടരുമെന്ന് രാഹുൽ വ്യക്തമാക്കി. തനിക്കെതിരായ പ്രതിഷേധങ്ങൾ ബുദ്ധിമുട്ടായി കാണുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. ഇല്ലാണ്ടിരിക്കാൻ കാര്യം ഔദ്യോഗിക പരിപാടികളിൽ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കാണുന്നു? വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്തും നമുക്കങ്ങനെ നിഷേധാത്മകമായ സമീപനമൊന്നുമല്ലോ. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ ഞാൻ. പ്രതിഷേധങ്ങളുണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ നടക്കട്ടെ. ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നേരത്തെ പൊതുചടങ്ങിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബെന്നി ബെഹനാൻ MP ആശ്ലേഷിച്ചിരുന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ കൈകൊടുത്താണ് രാഹുലിനെ സ്വീകരിച്ചത്. അതേസമയം ലൈംഗിക വിവാദങ്ങളിൽ നാണം കെട്ടിട്ടും മണ്ഡലത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഹസിച്ച് പാലക്കാട് CPI. സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും സൂക്ഷിക്കണമെന്ന മൈക്ക് അനൗൺസ്മെന്റ് നടത്തി പ്രവർത്തകർ. നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, രാത്രി 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ വരുന്ന മെസ്സേജുകൾ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. അമ്മമാർ, പെൺകുട്ടികൾ, ട്രാൻസ്ജെൻഡർ, ലെവിൻ K. വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലെവിൻ, കടുത്ത ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസം പാലക്കാടേക്ക് എത്താതിരുന്നത്. അതിന് പിന്നാലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അടക്കം രാജിവെച്ചു. കോൺഗ്രസിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നുമെല്ലാം രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ രാഹുലിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിപ്രായം. വാക്കുകൾക്കൊക്കെ എതിരായിട്ടാണ് രാഹുൽ ഇപ്പോൾ പാലക്കാട് അടക്കം എത്തിയത്. എന്നാൽ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാടല്ലേ ഇന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്? സ്വാതി, 38 ദിവസങ്ങൾക്ക് ശേഷം വലിയ വിവാദങ്ങൾക്ക് ഒടുവിൽ രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ അത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ്, ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും വലിയ പിന്തുണയോടുകൂടിയാണ് മണ്ഡലത്തിലെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് രാഹുലിൻ്റേതായിട്ടുള്ള പരിപാടികൾ. 4 ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട 4 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മരണ വീടുകളിലാണ്. അവിടെ വലിയൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ബഹളമോ ഉണ്ടാകാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവമായ ഒരു നീക്കം മരണ വീടുകളും മറ്റുമെത്തി ചടങ്ങുകളിൽ പങ്കെടുക്കാനും അനുശോചനങ്ങൾ അറിയിക്കാനുമാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ഏകദേശം ഭൂരിഭാഗവും സമയം രാഹുൽ ചെലവിട്ടത്. പക്ഷേ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള വലിയ വിവാദങ്ങളിൽ പെടുകയും കേസിൽ പ്രതിയായി നിൽക്കുന്ന MLAക്ക് പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ തന്നെ പാലക്കാട് കോൺഗ്രസിൽ സജീവമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. MLA നടത്തിയ സന്ദർശനങ്ങളിലുടനീളം KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLAക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം 4:30 പാലക്കാട്ടുള്ള MLA ഓഫീസിലേക്ക് രാഹുൽ എത്തുന്നത്. അവിടെ രാഹുലിനെ സ്വീകരിക്കാൻ പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 3 കൗൺസിലർമാർ ചേർന്ന് രാഹുലിന് വലിയ സ്വീകരണവും ജൈവിളികളും ഒക്കെ ഒരുക്കിയാണ് MLA ഓഫീസിലേക്ക് കയറ്റിയിട്ടുള്ളത്. അതേസമയത്ത് മറിച്ച് രാഹുൽ മണ്ഡലത്തിലെത്തുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷ സംഘടനകൾ, മറ്റ് സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ
BJPയുടെ നേതൃത്വത്തിലും CPM-ന്റെയും DYFI-യുടെയും നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. കുറ്റിച്ചൂലുകളുമായി വന്ന് വനിതാ പ്രവർത്തകരടക്കം MLA ഓഫീസിന് മുന്നിൽ പാലക്കാട് ചിറ്റൂർ റോഡിൽ ഉപരോധ സമരം നടത്തി. രാഹുലിൻ്റെ പൊതുപരിപാടികളിൽ നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന് അടക്കമുള്ള ആളുകൾ, വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളെ റോഡിൽ നിന്നും ഉപരോധ സമരം നടത്തിയ സമയത്ത് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് പോലീസ് നീക്കിയത്. ഈ സ്ഥലത്ത് നിന്നും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തുടരും. രാഹുലിന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറുവശത്ത് BJP ഒരു പ്രതിഷേധം നടത്തിയെങ്കിൽ മറുവശത്ത് DYFI-യുടെയും CPM-ന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാലക്കാട് കോട്ട മൈതാനത്തിന് സമീപത്ത് വെച്ച് മൈക്കും ചെണ്ടയും ഒക്കെ ഒരുക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും അടക്കം കരുതിയിരിക്കണമെന്നുള്ളൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രചാരണം നടത്തി രാഹുലിനെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെ പ്രതിഷേധവുമായി DYFI-യും CPM-ഉം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് പ്രതിഷേധങ്ങളുടെ ഒരു സാമ്പിളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പൊതുപരിപാടികളിലൊന്നും രാഹുൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു നടത്തിയത്. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുമെന്നുള്ളത് തന്നെയാണ് രാഹുൽ ഇന്ന് മാധ്യമങ്ങളോട് ശരി ലെവിൻ, എന്തായാലും 38 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളടക്കം രാഹുലിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്നാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും മറുഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ വിവരങ്ങളാണ് ലെവിൻ K. വിജയൻ നൽകിയത്.